ദീപക, നമ്മളെ അല്പസമയത്തിനുള്ളിൽ ഈ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സമയം എപ്പോഴാണെന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു തീരുമാനമുണ്ട്. കാരണം മാധ്യമങ്ങൾക്ക് അവിടെയുള്ള എന്തൊക്കെ നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പകർത്താനുള്ള അവസരം കൊടുക്കണം. പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾക്ക് അത്തരത്തിൽ അവസരം ഒരുക്കണം എന്നുള്ളൊരു തീരുമാനം ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അല്പം കഴിയുന്നതോടുകൂടി ദൗത്യം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അല്പസമയം ദൃശ്യങ്ങൾ പകർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ മറുകരയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയതുപോലെ ദൃശ്യങ്ങൾ നൽകാനുള്ള നീക്കം നടത്തിയിരുന്നു. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും പ്രതിരോധിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അപകട സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു വാദമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ആ മേഖലയിലേക്ക് പറത്തുന്നതിലും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇന്നലെയും സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മളും അംഗീകരിക്കുന്നതാണ്. കാരണം ഇന്നലെ ഡ്രോൺ പറത്തിക്കൊണ്ടുള്ള നിരീക്ഷണം ഉൾപ്പെടെ ആ മേഖലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റേഡിയോ ഫ്രീക്വൻസിക്ക് തകരാറ് സംഭവിക്കുന്ന തരത്തിലേക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കില്ല എന്നുള്ള തീരുമാനം നമ്മൾ ഉൾപ്പെടെ എടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നും എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എന്നുള്ളത് സംബന്ധിച്ച വ്യക്തത നമുക്കില്ല. പക്ഷേ മന്ത്രി ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അത്തരം കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അരുൺ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ഈ മേഖലയിൽ ബാരിക്കേഡ് കെട്ടി തന്നെ തടഞ്ഞിരിക്കുകയാണ് പോലീസ്. ഒരു വാഹനവും ഇതുവഴി അങ്ങോട്ട് കടത്തിവിടുന്ന സാഹചര്യമില്ല. ട്രക്കുകളൊക്കെ തന്നെ റോഡിൻ്റെ മറുവശത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഈ മേഖലയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഒരു ബസ് പോലീസിനെ ഈ മേഖലയിലും വിന്യസിച്ചിട്ടുണ്ട്. ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് ഈ ലാൻഡ് സ്ലൈഡ് നടന്ന മേഖലയിലേക്ക് വരാൻ കഴിയുമോ അതെല്ലാം തന്നെ പൂർണ്ണമായും തടയുന്ന രീതിയിലേക്ക് പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ നടക്കുന്നത്. ഒരുപക്ഷെ ദൗത്യം കൂടുതൽ വേഗത്തിലാക്കാനുള്ള നീക്കമായി വേണമെങ്കിൽ അതിനെ നമുക്ക് കാണാം. അല്ലാത്ത നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നതിൽ കുറച്ച് കാലതാമസം ഉണ്ടാക്കുന്ന ഒരു നടപടി കൂടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും ഈ കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്താനുള്ള സാഹചര്യം ഒരുക്കി തരുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇതുവഴി ദൗത്യം ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അതുവഴി വാഹനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും കടത്തിവിടാത്ത സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അന്തരീക്ഷം പൊതുവെ മൂടിക്കെട്ടി നിൽക്കുന്നു. നമ്മൾ ചെന്നിറങ്ങിയ ദിവസം മുതൽ ഈ അന്തരീക്ഷം ഇങ്ങനെ തന്നെയാണ്. ഒന്നും തെളിഞ്ഞിട്ടില്ല, ഒരു നല്ല വെയിൽ വന്നിട്ടില്ല. കൂടിപ്പോയാൽ ഒരു 5-6 മിനിറ്റ് നേരമാണ് സൂര്യൻ ഒന്ന് തല കാട്ടുക. അതിനുശേഷം സൂര്യൻ വീണ്ടും കാർമേഘത്തിൽ ഒളിക്കും. ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാവുന്നതും ഈ സാഹചര്യമാണ്. മാത്രമല്ല ഇന്നലെ രാത്രിയിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗംഗാവാലി പുഴയിൽ ഒഴുക്ക് കൂടാനുള്ള സാധ്യതയുമുണ്ട് ദീപക്. അങ്ങനെ ഒഴുക്ക് വീണ്ടും കൂടുകയാണെങ്കിൽ 6 നോട്ട്സിനും കൂടുതൽ പോകും. ഇന്നലെ ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളൈ നമ്മളോട് പറഞ്ഞത് 8 നോട്ട്സ് വരെ ഒഴുക്ക് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് രാവിലെ എത്തുമ്പോൾ. ഇന്നും ഏകദേശം 7 മുതൽ 8 നോട്ട്സ് വരെ ഒഴുക്കിൻ്റെ ശക്തി ഉണ്ടാവില്ലേ ഗംഗാവാലി പുഴയിൽ? അതിനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം ഇന്നലെ രാത്രി അത്രത്തോളം മഴ പെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. കനത്ത മഴ തന്നെയാണ് രാത്രി ഉണ്ടായിരുന്നത്. അത് ഈ ഹുബ്ലി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ നദി ഉത്ഭവിച്ചു വരുന്ന മേഖലകളിലൊക്കെ അത്തരത്തിൽ കനത്ത മഴയുണ്ടായിട്ടുണ്ടെങ്കിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ 6 മുതൽ 8 നോട്ട് വരെ അതിൻ്റെ കുത്തൊഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാത്ത പക്ഷം മഴ തോർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ കുറച്ച് സമയത്തേക്ക് ഉണ്ടായാൽ അതിൻ്റെ അടിയൊഴുക്ക് കുറയാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇന്നലെ നേവി PRO തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധ്യത ഇന്ന് വരുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഇപ്പോൾ ശക്തമായ കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ അറിയാം വലിയ രീതിയിലുള്ള കാറ്റ് ഈ മേഖലയിൽ ഈ ഒരു ഘട്ടത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ അരുൺ പറഞ്ഞതുപോലെ വലിയ ഇടവേളകൾ ഇല്ലാതെ തന്നെ ശക്തമായ മഴ പെയ്ത് പോകുന്ന അവസ്ഥയാണ്. അത് ജനറേറ്റ് ചെയ്യുന്ന ആ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചാറ്റൽ മഴ പോലെ വന്നിട്ട് പെട്ടെന്ന് പെരുമഴയായി പെയ്തൊഴിയുന്ന അവസ്ഥയാണ് ഈ ഷിരൂർ മേഖലയിൽ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൗത്യസംഘത്തെ സംബന്ധിച്ച് അവർക്ക് എത്രത്തോളം ദുഷ്കരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇന്നും അത് അങ്ങനെ തുടരാനാണ് സാധ്യത. ഇന്നലെയൊക്കെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ആ 3ാമത്തെ സ്പോട്ട് എന്നുള്ള നിലയിൽ നമ്മളത് ലൊക്കേറ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും വേണ്ടത് സ്കൂബ ടീമിൻ്റെ ഇടപെടൽ തന്നെയാണ്. സ്കൂബ ടീം ആ മേഖലയിലേക്ക് റീച്ച് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. പക്ഷേ അതിനെത്രത്തോളം സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അല്പസമയം
സമയം കഴിയുന്നതോടുകൂടി തന്നെ നേവി സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ശ്രമങ്ങൾ ഈ ഗംഗാവാലിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ദീപക് ഞാൻ തിരികെ വരാം. നമുക്ക് നോക്കാം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കാം അല്പസമയത്തിനുള്ളിൽ. നോക്കൂ, ഇപ്പോൾ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ കാറ്റുമുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്ത് ആ ഗ്രൗണ്ട് സീറോയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി ബാധിക്കും. മാത്രവുമല്ല, പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിൽ എവിടെ രാത്രിയിൽ കനത്ത മഴ പെയ്താലും ഗംഗാവാലി പുഴയിൽ വലിയ നീരൊഴുക്കായിരിക്കും. ആ വലിയ നീരൊഴുക്കിൽ ഈ പറയുന്ന 8 knots 6 knots എന്നൊക്കെ പറയുന്നത് ആർമിക്ക് സ്കൂബ ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയാത്ത അത്ര ശക്തമായ നീരൊഴുക്കായിരിക്കും. ആ നീരൊഴുക്കിനെ മറികടന്നു വേണം ഇന്ന് സ്കൂബ സംഘത്തിനെത്തുക. എങ്കിലും ആർമിയും നേവിയും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് അവർ മറ്റൊരു സ്ട്രാറ്റജി കൂടി അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നാണ് അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു യന്ത്ര ബോട്ട് ഈ ഗംഗാവാലി പുഴയിൽ ഇറക്കി ഈ ഒഴുക്കിനെതിരെ പ്രവർത്തിപ്പിച്ച് നിർത്തി അതിൽ നിന്ന് ലൈഫ് ലൈൻ ആങ്കർ ഉപയോഗിച്ചുകൊണ്ട് സ്കൂബ ഡൈവിംഗ് വിഭാഗം പുഴയുടെ താഴേക്ക് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടിയുള്ള ആ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നേവി സ്വീകരിക്കുന്നത്. സാധ്യമായതെല്ലാം ഈ ഘട്ടത്തിൽ നേവിയും NDRFൻ്റെ സംഘവും ഒപ്പം ആർമിയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും തടസ്സമായി നിൽക്കുന്നത് ഈ മഴയാണ്, കാറ്റാണ്, ഒപ്പം തന്നെ പുഴയിലെ ശക്തമായ നീരൊഴുക്കാണ്. പുഴയിലെ ദൃശ്യങ്ങൾ കാണാത്ത തരത്തിലുള്ള സീറോ വിസിബിലിറ്റി ആവുന്നൊരവസ്ഥയാണ്. മാലിന്യമുണ്ട് എന്ന് മാത്രമല്ല, നീരൊഴുക്ക് വളരെ ശക്തമായി തുടരുന്നു. അവിടെ അയൺ കണ്ടൻ്റുള്ള അയൺ ഓറുള്ള ഈ എക്കലുള്ള മണ്ണാണ്. അതുകൊണ്ട് മണ്ണിങ്ങനെ കുത്തിയൊലിച്ചു വരുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സീറോ വിസിബിലിറ്റി ആയതുകൊണ്ട് നേവിയുടെ സംഘത്തിന് അതിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നിനി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നേരത്തെ ഞാൻ വിശദീകരിച്ചു. ചലഞ്ച് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇന്ന് 11ാമത്തെ ദിവസമാവുന്നു, 10 ദിവസമാകുന്നു. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ലോറി പുഴയിൽ വീണു. ആ തടിക്കഷണങ്ങൾ ഇന്നലെ ഈ സംഭവ സ്ഥലത്ത് നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ, ആക്കോട് ഗ്രാമത്തിൽ കണ്ടെത്തി. റിപ്പോർട്ടറാണ് ആ തടിക്കഷണങ്ങൾ കണ്ടെത്തി മാച്ച് ചെയ്ത വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് അവിടെ എത്തി. 10 ദിവസത്തിനു ശേഷം ആ മരക്കഷണങ്ങളിൽ പറ്റിയിരുന്ന ഡീസൽ, അതിനെക്കുറിച്ച് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രദേശവാസികൾ പറഞ്ഞത് നമ്മൾ കേട്ടു. അപ്പോൾ ലോറി പുഴയിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ ഡീസൽ ആ തടിയിൽ പറ്റണമെങ്കിൽ അതേ തടിക്കഷണങ്ങൾ 8 കിലോമീറ്റർ താഴെ ഒരു ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തണമെങ്കിൽ തീർച്ചയായും ലോറി പുഴയിൽ അതേ ദിവസം തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, സമയം ശ്രദ്ധിക്കൂ, 8:45 പുഴയിലേക്ക് ലോറി വീഴുന്നു. അതിനുശേഷം 10 മണിയാകുമ്പോഴേക്കും 6 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിലെ ആളുകൾ ആ തടി പിടിക്കുന്നു. അതായത് 1 മണിക്കൂറിനുള്ളിൽ 6 കിലോമീറ്റർ ഈ തടിക്കഷ്ണങ്ങൾ ചിതറിപ്പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സമയത്ത് തന്നെ പുഴ ലോറിയിൽ വീണിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം വൈകി എന്ന കുടുംബത്തിൻ്റെ ന്യായമായ ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. പുഴയിൽ എന്തുകൊണ്ടാണ് ഈ ലോറിയുള്ള വിവരം ഈ പറയുന്ന ഗ്രാമത്തിലുള്ള ആളുകളുടെ പക്കൽ തടി കിട്ടിയ വിവരം അറിയാതെ പോയത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഏകോപനമില്ലായ്മ വളരെ പ്രധാനമായും നിഴലിച്ചതാണ്. അത് നമ്മളടക്കം ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അതിനുശേഷം ആർമി എത്തിയതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് ജീവൻ വയ്ക്കുന്നതും നമ്മൾ കണ്ടു. പുഴയിലെ തെരച്ചിൽ നടത്തുമ്പോഴും ഏറ്റവും നിർണായകമായത് റിപ്പോർട്ടർ ഇന്നലെ പുറത്തുവിട്ട ഈ ആക്കോടി ഗ്രാമത്തിലെ മനുഷ്യരുടെ, ആക്കോടി ഗ്രാമവാസികളുടെ പ്രതികരണമാണ്. അവർക്ക് 16-ാം തീയതി രാവിലെ 10 മണിക്ക് തന്നെ ഈ തടി കിട്ടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനൊരു ലോറി മറിഞ്ഞ വിവരമോ തടി ലോറിയാണ് മറിഞ്ഞതെന്നുള്ള വിവരമോ നാട്ടുകാർക്കറിയില്ല. സാധാരണ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിൽ നിന്ന് വരുന്ന ഗംഗാവാലി പുഴയിൽ ഇത്തരം തടിക്കഷ്ണങ്ങൾ ധാരാളം എത്തും. ഇവരെങ്ങനെ കരയിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആ തടിക്കഷ്ണങ്ങൾ പിടിച്ച് കരയോടടുപ്പിക്കും. ഇതാണ് നിരന്തരമായി അവർ ചെയ്യുന്നൊരു രീതി. അതിൻ്റെ ഭാഗമായി ഈ തടിക്കഷ്ണങ്ങൾ ഒഴുകി വന്നു, അക്കേഷ്യ പീസുകൾ ഒഴുകി വന്നു എന്നാണ് അവർ കരുതിയത്. പല വീട്ടിലെയും ആളുകൾ ഏകദേശം ഒരു 20-30 മീറ്റർ അകലത്തോളം പുഴയിലേക്ക് ചാടി നീന്തി അവ കരക്കടുപ്പിക്കാറുണ്ട് എന്നാണ് ഇന്നലെ നമ്മളോട് സമീപവാസികൾ പറഞ്ഞത്. ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് നമ്മൾ നൽകി. PA1 എന്ന് മാർക്ക് ചെയ്ത അക്വേഷ്യ മരത്തിൻ്റെ തടികളാണ് ഇന്ന് മാച്ച് ചെയ്ത് നമ്മൾ ഉറപ്പിക്കുകയും ചെയ്തു.